നമ്മൾ എവിടെയാ പോണേ? നമ്മുടെ നീമ പോലത്തെ മീമി ഉണ്ടല്ലോ ഇവിടെ. ഗോട്ടീനും പറയും ഗോലിനും പറയും. ടെൻഷൻ ഉണ്ട്. നമ്മള് ബേബി ബംപ് അപ്ഡേറ്റ് തന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഇഷ്ടമാണോ? ഈ ഒരു ചോക്കി എന്ത് പറ്റി വയ്യേ? ബബൂഷ് ഞാൻ കിടക്കണ കണ്ടിട്ട് ടെൻഷനായിട്ട് വന്നു നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങി. ഇപ്പൊ ബി പി കുറച്ച് ലോ ആയിരുന്നു. നമ്മൾ എവിടെയാ പോണേ? ബേബിനെ കാണാൻ എന്ത് ചെയ്യാൻ പോവാ? സ്കാൻ ചെയ്യാന്. അപ്പൊ ഇതാ നമ്മുടെ 5th month സ്കാനിങ് ഡേറ്റ് ആണ് അല്ലേ? രാവിലെ തന്നെ ഇറങ്ങി. ഒഫീഷ്യലി ഞാൻ 20 weeks കഴിഞ്ഞിരിക്കുന്നു. അമ്മന്റെ കൂടി ഇവിടെ ഇരിക്കാൻ പറ്റൂലല്ലോ കണ്ണാ. അതമ്മേ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കാനിങ് ഓർമ്മയുണ്ടോ? അതെ, കൊറേ പ്രാവശ്യമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്നുള്ള അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊറേ സമയം വെള്ളമൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്രാവശ്യം നമ്മള് ലേറ്റ് ആണല്ലേ? അതെ, നമ്മള് ലേറ്റ് ആണ്. അപ്പൊ ഒന്ന് പോയി നോക്കണം. നമ്മള് 8:30 ആണ് നമുക്ക് പറഞ്ഞ സമയം. ഇപ്പൊ 9 മണി കഴിഞ്ഞു. ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിറങ്ങി. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഈ ഒരു സ്കാനിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? അപ്പൊ മാത്രല്ലേ ഉള്ളിലുള്ള ആളെങ്ങനെയാ എന്താന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. ലാസ്റ്റ് ടൈം ഇയാൾ അവിടെ നിന്ന് ഞാൻ കണ്ടേ പോകുമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ കണ്ടു. ഡോക്ടർ എല്ലാം കാണിച്ചു തന്നു. ഇങ്ങനെ ഇതാണ് തല, ഇതാണ് കൈ, ഇതാ കാല് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചത്. ഭയങ്കര ഹാപ്പി. അപ്പോൾ ബബ്ലൂസിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ബബ്ലൂസിനെ ഇന്ന് നമ്മൾ ബബ്ലൂസിനെ സ്കൂൾ ലീവ് ആക്കി കളഞ്ഞു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ നെയ്സൽ ബോണിന് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പം അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? സ്കാന്. അത് ലൈക്ക് അന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഡോക്ടറോട് ചോദിച്ചപ്പം അത് വേണം എന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇന്ന് അറിയണം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പം അത് ഇന്ന് അത് ഓക്കെ ആണോ എന്നുള്ളത് ഒന്നറിയണം. കൊയിലാണ്ടിയിലുള്ള മൈക്രോ ലാബിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എന്താ ബബുഷേത്? നമ്മുടെ നീമ പോലത്തെ മീമി ഉണ്ടല്ലോ ഇവിടെ. സെയിം കളറാണ്. ഇത് പലപ്പലാണ്. ഓ പലപ്പലാണ് പൂവാണ്. എന്റെ മാവേ ഇത് പലപ്പലാണ് പൂവാണ്. ബബ്ലൂസ് ആക്ച്വലി എന്നോട് ചോദിച്ചെന്താ വെച്ചാൽ അതിൻ്റെ കളറ് പേർപ്പിൾ ആണോ ബ്ലൂ ആണോ എന്നാണ്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് ആ ഗോട്ടീൻ്റെ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഗോട്ടി എന്ന് പറഞ്ഞ സാധനമാണെന്നൊക്കെ. നമ്മള് അമ്മയൊക്കെ കളിക്കലുണ്ടായിരുന്നു അത് വെച്ചിട്ട്. ഗോട്ടീനും പറയും ഗോലിനും പറയും. അമ്മ എന്താ ശരിക്കും അമ്മ എന്താ പറയുക? ഗോട്ടിയല്ലേ? ഗോട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ചിലര് ഗോലിന്ന് പറയും അല്ലേ? ഗോലിസോടെ പറയില്ലേ? ബബ്ലൂഷ് ഇവിടെ ഓടി നടക്കുകയാണ്. ബബ്ലൂഷിന് ചെരുപ്പ് ചെറുതായിട്ട് മറന്നുപോയി. നമ്മള് കാലിലുണ്ട് എന്നുള്ള ഓർമ്മയിൽ നിന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബബ്ലൂഷ് ചെരുപ്പിടാൻ മറന്നുപോയി അല്ലേ ബബ്ലൂഷ? ഞാനൊരു സത്യാവസ്ഥ മനസ്സിലാക്കി ഗൈസ്. കാരണം എൻ്റെ മൈക്ക് ഓണല്ലാതെയാണ് ഞാൻ ഈ എല്ലായിടത്തും ഈ മൈക്കും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ നമുക്ക് ഒരു അനോമലി സ്കാൻ മാറ്റിയിട്ട് നമുക്ക് നേരത്തെ ഉള്ള സ്ലോട്ട് തന്നതായിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ആ അനോമലി സ്കാൻ കയറിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടേത്. വെള്ളം ഞാൻ കുടിച്ച് ഇത്രയാക്കിയിട്ടുണ്ട്. ഹലോ അപ്പോൾ ഇത്രയാക്കിയിട്ടുണ്ട്. വെള്ളം ഇത്രയും കുടിക്കണോ ഈ ഒരു സ്കാനിങ്ങിനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയൂല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇതാരിതി നീമ പോലുണ്ട്, മീമി പോലുണ്ട്. അതാരാ? മാമി. ഈ ഒരു ബോട്ടിൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ജസ്റ്റ് 250 റുപ്പീസേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാവേ. ടെൻഷനുണ്ട്. കഴിഞ്ഞ വട്ടത്തെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഓക്കെ ആവുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ബാക്കി നോക്കാം. ആളായിരിക്കും ഉള്ളിൽ പോവുക ആദ്യം. അപ്പം ആള് വരുന്നൊരു ടെൻഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ബേബി ബംപ് അപ്ഡേറ്റ് തന്നില്ലല്ലോ. ഇത്
അത്രയാണ് കേട്ടോ അപ്പം നമ്മുടെ ബേബി ബംപ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ 5th മന്താണ് ഓൺ ഗോയിങ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് വെള്ളം കുടിച്ചിട്ട്. അച്ചാമ്മയും മോനും ഇവിടെ കളിയിലാണ്. ബബുലൂഷ് ഇപ്പോൾ കുറച്ച് വലുതായതിനു ശേഷം ആളെവിടെ പോയാലും ഇങ്ങനെ ഭയങ്കര കളിയിലായിരിക്കും. അമ്പുടൂഷ ഇതുണ്ട് കളിച്ചിനരി. ഇന്ന് വീട്ടിലെത്തുമ്പോൾ കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എനിക്ക് ഈ ഒരു സ്കാനിങ് സെൻറ്ററിലൊരു ഇൻറ്റീരിയർ ലൈക്ക് ചെറിയ ഇൻറ്റീരിയറാണ്, ബട്ട് സ്റ്റിൽ എനിക്കെന്തോ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വലിയൊരു ഹാളിൽ കയറുമ്പോൾ തന്നെ എനിക്കെന്തോ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസവും ഒരു ഭയങ്കര കംഫർട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്കാൻ ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഇരിക്കൽ. അപ്പം ഇതാണ് സ്കാൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഒരു സ്കാനിങ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കാനിങ് വരുന്നത്. അയ്യോ, ടൈം പോകുമ്പോൾ കുറച്ച് ടെൻഷനാവുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം ആലോചിച്ചിട്ട്. എന്നാലും നോക്കാം. ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഇഷ്ടമാണോ? ഈ ഒരു ചോക്കി പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. 2 ചെറിയ കുട്ടികളാകുമ്പോൾ ഞാൻ എൻ്റെ മേമൻ്റെ മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ആ ചോക്കി സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരും. അതുകൊണ്ട് പിന്നെ ചെറുപ്പത്തിൽ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചോക്കി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യണേ. കാരണം ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും ഇഷ്ടമാണ്, ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ അവിടെ എല്ലാം മാനേജ് ചെയ്യുന്ന ചേച്ചി നല്ല കോപ്പറേറ്റീവാണ് കേട്ടോ നമ്മളുമായിട്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിനോടാണ് ചോദിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചി പറയാണ് അവർക്ക് കേരളത്തിൽ തന്നെ എത്ര 45 ബ്രാഞ്ചസ് എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പം കാലിക്കറ്റും ഉണ്ട് കേട്ടോ അവർക്ക് മെയിൻ ബ്രാഞ്ചായിട്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ച് അതെന്തുകൊണ്ടാണെന്നുള്ള പറഞ്ഞുതരാം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചില്ല നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളത്. വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്ക് ഈ കടയിലെ കടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ചെറുങ്ങനെ കടികൾ കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കാനിങ്ങിൻ്റെ സമയം ആവുമോ എന്നുള്ള അറിയില്ല. പക്ഷെ എന്തായാലും ചെറുതായിട്ടൊന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതെന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വയ്യാതെയൊക്കെ ആവുന്നതുകൊണ്ടും ക്ഷീണമൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും ബബ്ലൂസുമായിട്ട് കളിക്കാനും ഇതാക്കാനും പഴയ പോലെ പറ്റലില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു സമയം കിട്ടിയാൽ പോലും ഞാനത് അവനായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. വാവേ എന്ത് പറ്റി, വയ്യേ പോവാ? സംഭവം എന്താ വെച്ചാൽ അവൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് അപ്പോൾ ചെറിയൊരു ക്ഷീണം വന്ന് പിന്നെ ഫുഡും കഴിക്കാനുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ചായയും ബിസ്ക്കറ്റും മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഫുഡും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് പിന്നെ അവിടെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളോട് വിളിക്കാം എന്നുള്ളത് പറഞ്ഞ്. അപ്പം അതെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് വന്നിട്ട് കിടക്കാമെന്ന്. ഞാനിങ്ങനെ കിടന്ന് ഉറക്കത്തിലേക്കായി പോവുമായിരുന്നു. അപ്പോൾ അതാ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. ബാബൂഷി ഞാൻ കിടക്കണ കണ്ടിട്ട് ടെൻഷനായിട്ട് വന്ന് നോക്കാൻ. നമ്മ പ്രശ്നമൊന്നുമില്ലേ? അമ്മ വാവാവ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമുക്ക് പോവണ്ടേ? സ്കാൻ ചെയ്യണ്ടേ? വേണ്ടേ? യെസ്. ആൾക്ക് ഉറക്കമുണ്ട്. അപ്പോൾ ആൾ ഉറങ്ങാതെ പിടിച്ചു വെച്ചതാ സ്കാനിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ കണ്ടപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കണ്ണിൽ നല്ല ക്ഷീണം ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ അകത്ത് കയറി കിടന്ന് നമ്മുടെ സ്കാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്താണെന്നറിയില്ല എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം തോന്നി. കിടക്കുന്നിടത്ത് നിന്നൊക്കെ തല കറങ്ങുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങി. പെട്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് തല വല്ലാതെ കറങ്ങുന്ന പോലെ, ഞാനൊന്ന് സൈഡ് ചെരിഞ്ഞ് കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ടും എനിക്ക് റെഡി ആവുന്നില്ല. ഡോക്ടർ അപ്പം തന്നെ വേഗം നഴ്സുമാരെ വിളിച്ചു. പിന്നെ നമ്മൾ BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ BP കുറച്ച് ലോ ആയിരുന്നു. അപ്പം തന്നെ എനിക്ക് അവിടുത്തെ നഴ്സുമാർ വേഗം ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കൊണ്ടു തന്നു. അതിനുശേഷം പിന്നെ ഒന്നുകൂടി സ്കാൻ ചെയ്തു. ബബ്ബൂഷി കണ്ടല്ലോ കുഞ്ഞുവാവേനെ അല്ലേ? സന്തോഷായോ? എങ്ങനായിരുന്നു കുഞ്ഞുവാവ? അടിപൊളിയായിരുന്നു. കാണാൻ എങ്ങനെ ആരെ പോലെ ഉണ്ടായിനോ? ബബ്ബു പോലെ ഉണ്ടായിനോ? അതാ അമ്മ ശരിയാക്കി തരാം. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് വന്നു ഇല്ലേ ബബുച്ച? അല്ലേ അമ്മ ബേബിനെ കണ്ടില്ലേ? കുഞ്ഞുവാവനെ കണ്ടില്ലേ? ചെയ്ത് ബാക്കിയൊന്നും വലിയ കോംപ്ലിക്കേഷൻസോ കുഴപ്പങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ 21 weeks ആയി. മൊത്തം 39 ആണെന്ന് തോന്നുന്നു. 18.
അപ്പൊ അവര് നമുക്ക് 3D വ്യൂ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കുഞ്ഞിന്റെ ഫേസ് കണ്ടു. അത് ശരിക്കില്ലേ പണ്ട് ഒന്നും അങ്ങനത്തെ ടെക്നോളജി ഇല്ലായിരുന്നു തോന്നുന്നല്ലേ. ഇതിപ്പോ ഭയങ്കര ഒറിജിനാലിറ്റിയിൽ കാണുന്ന പോലെ. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെയാണ് ഈ ഒരു 3D വ്യൂ ഒക്കെ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണെന്ന് അറിയൂലേനു. അവൈലബിൾ ആണെന്ന് അറിയൂലേനു. ഞാൻ അങ്ങനെ മുന്നേ കണ്ടിട്ട് പോലില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ബബ്ലൂസിനെ കണ്ടത് നോർമലായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി. അതിവിടെ ഉണ്ട് നമുക്ക് അറിയൂലായിരുന്നു. പക്ഷെ ഇവര് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഫസ്റ്റ് ഇതിന് പോയപ്പോ 3D എടുത്തിരുന്നു. പക്ഷെ അന്ന് ഉണ്ടല്ല, അപ്പൊ നമുക്ക് ക്ലിയർ ആവൂലല്ലോ. ഇപ്പൊ നമ്മള് കറക്റ്റ് ഫേസ് കണ്ടു. അതിങ്ങനെ ഒരു സ്ലൈറ്റ് ചിരിക്കുന്ന പോലത്തെ ഒരു ഫേസ്. അത് മൈക്രോ ലാബിലുണ്ട് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷിക്ക്. അത് കണ്ടപ്പോ നല്ല സന്തോഷായി. ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടർ ആയിരുന്നു കേട്ടോ. ഞാൻ വയ്യാണ്ടൊക്കെ ആയപ്പോഴും ഡോക്ടർ വിപിൻ തോമസ് എന്നാണ് തോന്നുന്നു ഡോക്ടർ പേര്. അപ്പോൾ ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് കംഫേർട്ടായിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ ബബ്ലൂസ് ആ സ്കാനിങ് റൂം കയറിയപ്പോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ കുട്ടീനെ നോക്കുന്ന പറഞ്ഞിട്ട് മറ്റേ സ്ക്രീന് കാണിച്ചു കൊടുത്ത സമയത്ത് ആളുടെ ശ്രദ്ധ ഫുള്ള് സ്ക്രീനിലേക്കല്ലായിരുന്നു. മറ്റേ എന്നെ എന്താ ഡോക്ടർ ചെയ്യുന്നത്, എന്നെന്താ ഇങ്ങനെ കിടത്തിയിട്ടുള്ളത്, എന്താ ഇത് വെച്ചത്, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം നോക്കുന്ന പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിലേക്ക് നോക്കും, എന്നിട്ട് പിന്നെ എന്നെ നോക്കും. എന്നിട്ട് എന്നോട് ചോദിക്കും എന്താ അമ്മേ മാമൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മാമൻ ഡോക്ടറാണ്, മാമൻ സ്കാൻ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ മൂപ്പര് അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. ഒരു ചെറിയ കാര്യം പറഞ്ഞെന്ന് വെച്ചാല് കിഡ്നീൻ്റെ അവിടെ ലൈക്ക് കുറച്ച് യൂറിൻ ഇങ്ങനെ നിൽക്കുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ. അതിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്കാൻ ആകുമ്പോഴത്തേക്ക് നോക്കാം. പക്ഷെ നെക്സ്റ്റ് സ്കാൻ വരെ ടെൻഷൻ അടിക്കാനുള്ള കാര്യം എല്ലാ സ്കാനിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഇത് വന്നിട്ട് ടെൻഷൻ ആവും. അപ്പൊ നെക്സ്റ്റ് സ്കാൻ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടേ, ഇവിടെ ഒരാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്കാൻ വരെ ഇനിയിപ്പോൾ അതൊരു ഇതായി. പക്ഷെ ഡോക്ടർ പറഞ്ഞു കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമുള്ള കാര്യമില്ല, ഒന്നും ചെയ്യാനൊന്നും ഇല്ല അതിൽ, അതങ്ങോട്ട് റെഡി ആവേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞ് ഇന്ത്യനും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്കാനിൽ അത് നോക്കാം. എന്തായാലും കുഞ്ഞിനെ കണ്ട് സന്തോഷമായി അല്ലേ. ഫേസ് നമുക്ക് എവിടേക്കോ ഇപ്പത്തെ ബബ്ലുവിന്റെ ഒരു ഫേസ് പോലെ ഉണ്ട്. ആളുടെ സൈഡ് വ്യൂ ഇതൊക്കെ നോക്കുമ്പോ പിന്നെ ഉണ്ട മൂക്ക് പോലെ ഉണ്ട് കാണാന്. ബബുച്ചിന്റെ എന്റെ ബബുച്ച നമ്മുടെ 5th മന്ത് സ്കാനിങ് കഴിഞ്ഞു, എല്ലാം സന്തോഷമായി. അപ്പൊ അടുത്ത സ്കാനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പം ബാബുഷ ടാറ്റ പറ.